ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ടിയർ എന്താണെന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റാണ് പറഞ്ഞു നിർത്തിയത്. പിന്നെ അതിനുശേഷം നമ്മൾ ലൂപ്പി പാത്ത്, റിഡൻഡന്റ് പാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സെർച്ച് സ്ട്രാറ്റജിക്ക് 2 കമ്പണൻസ് ഉണ്ട്. അവ റൂൾസുകളാണ്. അപ്പം എന്തൊക്കെ റൂൾസുകളാണ് നമുക്കത് അവിടെ വേണ്ടതെന്ന് നോക്കാം. എക്സ്പാൻഡ് ചെയ്യാത്ത നോഡിൻ്റെ ലിസ്റ്റായ ഫ്രണ്ടിയറിലേക്ക് ഏതൊക്കെ നോഡിനെ വെക്കണം എന്നതിന് ഒരു റൂൾ വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. റൂൾ ടു ഡിസൈഡ് വെദർ ഓർ നോട്ട് ടു പ്ലേസ് ദി നോഡ് ഇൻ ദി ഫ്രണ്ടിയർ. ഫ്രണ്ടിയർ ലിസ്റ്റിലേക്ക്, അതായത് എക്സ്പാൻഡ് ചെയ്യാത്ത നോഡിനെ വെക്കുന്ന ലിസ്റ്റാണ് നമ്മൾ ഫ്രണ്ടിയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രണ്ടിയറിൽ, അതായത് എക്സ്പാൻഡ് ചെയ്യാത്ത നോഡിൻ്റെ ലിസ്റ്റായ ഫ്രണ്ടിയറിലേക്ക് ഏതൊക്കെ നോഡ് വെക്കണം എന്നതിന് ഒരു റൂള് നമുക്ക് അവിടെ വേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്ത് റൂളാണ് നമുക്ക് വേണ്ടത്? രണ്ടാമത് നമുക്ക് വേണ്ട കൈൻഡ് ഓഫ് റൂളാണ് റൂൾ ടു ചൂസ് ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ നോഡ് ഫോർ എക്സ്പാൻഷൻ. അതേപോലെ ഫ്രണ്ടിയറിലുള്ള നോഡുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരെ എക്സ്പാൻഡ് ചെയ്യണം എന്നതിനുള്ള റൂളും നമുക്ക് വേണം. ഇവ രണ്ടുമാണ് സെർച്ച് സ്ട്രാറ്റജിയുടെ 2 പ്രധാനപ്പെട്ട കമ്പോണൻസ് പറയുന്നത്. ബേസിക്കലി അത് രണ്ടും എന്താണ്? റൂൾസുകളാണ്. ഒന്ന് എന്തിനു വേണ്ടിയിട്ടുള്ള റൂൾസ് ആയിരിക്കണം? ഒന്ന് പറയുന്നത് നോഡിനെ എന്ത് ചെയ്യാണ്, ഫ്രണ്ടിയറിലേക്ക് വെക്കണമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനുള്ള റൂള്. അതേപോലെ ഫ്രണ്ടിയറിൽ വെച്ചതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്ന്, ഏതിനെ സെലക്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയുള്ള മറ്റൊരു റൂൾ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ട്രീ സെർച്ചും ചെയ്യാം, അതേപോലെ ഗ്രാഫ് സെർച്ചും ചെയ്യാം. ഇവ രണ്ടും ബേസിക് ആയിട്ടുള്ള 2 സെർച്ചിങ് അൽഗോരിതംസ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകളൊക്കെയാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാണുക. നമുക്കിവിടെ ട്രീ സെർച്ച് അൽഗോരിതത്തിൻ്റെ അകത്തേക്കാണ് പോകാനുള്ളത്. ഈ ട്രീ സെർച്ചിൻ്റെ അകത്ത് എക്സ്പ്ലോർഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചർ ഉണ്ട്. അപ്പം അതിനെ നമ്മൾ ക്ലോസ്ഡ് ലിസ്റ്റ് എന്നൂടെ വിളിക്കും. ഓക്കെ, ക്ലോസ്ഡ് ലിസ്റ്റ്. ഇനി എന്തിനാണ് ഈ ഡാറ്റാ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം. ഈ ഒരു ഡാറ്റാ സ്ട്രക്ചറിൻ്റെ അകത്ത് ഉണ്ടാവുക എക്സ്പ്ലോർഡ് സ്റ്റേറ്റുകളായിരിക്കും. അതായത് ഓൾറെഡി കണ്ടു തീർന്ന സ്റ്റേറ്റുകളെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർത്ത് വെക്കുന്നത്. ഇപ്പം എന്തിനായിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു സ്ഥലം വിസിറ്റ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ ആ സ്ഥലം നമ്മൾ വീണ്ടും പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായത് നമ്മൾ ഓൾറെഡി വിസിറ്റഡ് ആയ സ്ഥലം വീണ്ടും വിസിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ളൊരു ഡാറ്റാ സ്ട്രക്ചർ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ട എക്സാമ്പിളിൻ്റെ അകത്ത് നമ്മൾ അറാഡിൽ നിന്ന് സിബു വഴി പോയപ്പോൾ സിബുവിൽ അവിടുന്ന് വീണ്ടും സിബുവിൻ്റെ ചിൽഡ്രൻ ആയിട്ട് അല്ലെങ്കിൽ സിബുവിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അവിടെ വീണ്ടും എന്ത് വന്നിട്ടുണ്ട്? അതിൻ്റെ അണ്ടറിൽ അറാഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി നമ്മൾ അറാഡിൽ പോയതാണ് അല്ലേ? എന്നിട്ട് പിന്നെയും നമ്മൾ അറാഡിലേക്ക് പോകണം. ഓൾറെഡി അറാഡ് വിസിറ്റഡ് ആണ്, അവിടുന്ന് സിബുവിലേക്ക് വന്നേ. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ്? ഓൾറെഡി അറാഡിൽ പോയതാണ്, വീണ്ടും എന്തിന് അറാഡിൽ പോകണം? അപ്പോൾ പോയ വഴി വീണ്ടും പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പ്ലോർഡ് സെറ്റ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്പാൻഷൻ നടത്തി, അതായത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ നോഡുകളെയും നമ്മൾ ഈ എക്സ്പ്ലോർഡ് സെറ്റിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഉണ്ടാക്കി കഴിഞ്ഞ നോഡുകൾ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത കഴിഞ്ഞ എല്ലാ നോഡുകളെയും നമ്മൾ ഈ എക്സ്പ്ലോർഡ് സെറ്റിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇപ്പം ന്യൂലി ജനറേറ്റഡ് നോഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളത് പ്രീവിയസ് ജനറേറ്റ് ചെയ്തതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ന്യൂലി ഒരു നോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂലി ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു നോഡ് എടുക്കുമ്പോൾ നമ്മളത് പ്രീവിയസ് ജനറേറ്റായി ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു മാച്ചിങ് അവിടെ നടത്തും. അതായത് നമ്മളവിടെ ഓൾറെഡി എക്സ്പ്ലോർഡ് അല്ലെങ്കിൽ ഫ്രണ്ടിയറിൽ ഉണ്ടോ എന്ന് മാച്ച് ചെയ്യും. ഓൾറെഡി എക്സ്പ്ലോർഡ് ലിസ്റ്റിലോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിയറിൽ ഉണ്ടോ എന്ന് മാച്ച് ചെയ്യും. അങ്ങനെ ഒരു മാച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഡിസ്കാർഡ് ചെയ്യും. കാരണം നമ്മൾ അതിനെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരു നോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മൾ പ്രീവിയസ്ലി ജനറേറ്റഡ് ചെയ്തതാണോ എന്ന് മാച്ച് ചെയ്യുന്നുണ്ട്.
അതേപോലെ തന്നെ അതായത് ഓൾറെഡി എക്സ്പ്ലോർഡ് ആണോ അല്ലെങ്കിൽ നമ്മളത് ഫ്രണ്ടിയറിൽ ഫ്രണ്ടിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഫ്രണ്ടിയറിൽ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ മാച്ച് ചെയ്യും. അങ്ങനെ ഒരു മാച്ചിങ് അവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ഡിസ്കാർഡാണ് ചെയ്യുന്നത്. കാരണം അത് നമ്മളതിനെ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ ഈ ട്രീ സെർച്ച് അൽഗോരിതം ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിനു വേണ്ടിയുള്ള ഫങ്ഷൻ ഒന്നുകിൽ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു ഫെയിലിയറോ റിട്ടേൺ ചെയ്യും. ഇവിടെ കണ്ടോ, ഒരു ഫംഗ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അൽഗോരിതം. അതായത് ഈ ട്രീ സെർച്ച് അൽഗോരിതത്തിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഫംഗ്ഷൻ്റെ പേരായിട്ട് അവിടെ കൊടുത്തത് എന്താ, ട്രീ സെർച്ച് എന്നാണ് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തത്. ഓക്കെ, ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കാം, ഒന്നുകിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് ട്രീ സെർച്ചിൻ്റെ അകത്ത് നമ്മൾ പ്രോബ്ലം ഇൻപുട്ടായി കൊടുക്കുന്നു. ആ പ്രോബ്ലം ഇൻപുട്ടായി കൊടുത്താൽ ആ പ്രോബ്ലത്തിനെ വെച്ചുകൊണ്ട് അത് ഇന്റേണലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാം, അവിടെ അതാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇനി അതൊക്കെ വർക്കിന് ശേഷം അതെന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അതൊരു സൊല്യൂഷൻ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫെയിലിയർ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇത് റിട്ടേൺ ചെയ്യാൻ സാധ്യത. ഒന്നുകിൽ അത് സൊല്യൂഷൻ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഫെയിലിയർ ആണ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, അടുത്തത് ഇനീഷ്യലൈസ് ദി ഫ്രണ്ടിയർ യൂസിങ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് പ്രോബ്ലം. അതായതിപ്പം നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ എക്സാമ്പിൾ പ്രകാരം ഇപ്പോൾ അറാഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അറാഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിയറിലേക്ക് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. കാരണം അറാഡ് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെയായിരുന്നു അല്ലേ, കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ അറാഡിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് അറാഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അറാഡിനെ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിയറിലേക്ക് ആഡ് ചെയ്യുന്നു. കാരണം അറാഡ് അന്നേരം എക്സ്പാൻഡ് ആയിട്ടില്ല. ഓക്കെ, അതാണ് അവിടെ ചെയ്തത്. ഇനീഷ്യേറ്റ് ദി ഫ്രണ്ടിയർ യൂസിങ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ഒരു പ്രോബ്ലത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ടിയറിലേക്ക് അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച എക്സാമ്പിൾ പ്രകാരം നമ്മൾ എവിടെ അറാഡിനെയാണ് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരു അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫ്രണ്ടിയർ ഉണ്ട്. ആ ഫ്രണ്ടിയറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇനീഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. അതാണ് ആദ്യം ചെയ്യുന്ന പരിപാടി, ഇനീഷ്യൽ സ്റ്റേറ്റിനെ ആഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇഫ് ദി ഫ്രണ്ടിയർ ഈസ് എംപ്റ്റി ദെൻ റിട്ടേൺ ഫെയിലിയർ. അതായത് ഈ ഫ്രണ്ടിയർ എംപ്റ്റി ആണെങ്കിൽ അതൊന്നും ചെയ്യൂല. എന്ത് ചെയ്യും, ഇത് ഫ്രണ്ടിയർ ഇല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എംപ്റ്റി ആണെന്നാണ് അർത്ഥം. ഫ്രണ്ടിയർ ഇല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എംപ്റ്റി ആണെന്നാണ് അർത്ഥം. ആദ്യം തന്നെ ഫ്രണ്ടിയർ ഇല്ലെങ്കിൽ എന്താണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് എംപ്റ്റി ആണെന്ന് അർത്ഥം. അപ്പം ഫ്രണ്ടിയർ എംപ്റ്റി ആണെങ്കിൽ ഒന്നും ചെയ്യൂല. അതാണ് പറഞ്ഞത് ഇഫ് ദി ഫ്രണ്ടിയർ ഈസ് എംപ്റ്റി ദെൻ റിട്ടേൺ ഫെയിലിയർ. ഇനി അതല്ലാന്ന് വെച്ചോ, അതായത് ഫ്രണ്ടിയർ എംപ്റ്റി അല്ലാന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അടിയിൽ കൊടുത്തിട്ടുണ്ട് ചൂസ് എ ലീഫ് നോഡ് ആൻഡ് റിമൂവ് ഇറ്റ് ഫ്രം ദി ഫ്രണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് നോഡിന് എന്ത് ചെയ്യുന്നു, നമ്മളെ ഫ്രണ്ടിയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ നോഡ് ഗോൾ ആണോ എന്ന് നമ്മൾ നോക്കും. അതായത് നമ്മളിപ്പം ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് ആഡ് ചെയ്ത് വെച്ചത് നമ്മൾ പഠിച്ച എക്സാമ്പിൾ പ്രകാരം അല്ലേ. അപ്പോൾ ആകെ ഒരു സ്റ്റേറ്റ് ഈ ഫ്രണ്ടിയറിൻ്റെ അകത്തുള്ളൂ. അതിൽ തന്നെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിനാണ് ആഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഇത് ഒരു ഒറ്റ നോഡേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒറ്റ നോഡ് എന്ന് പറയുമ്പോൾ അത് ബേസിക്കലി എന്ത് കൂടിയാണ്, ലീഫ് നോഡ് കൂടിയാണ്. അപ്പോൾ ലീഫ് നോഡിനെ ആയ ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് നിലവിൽ ലീഫ് നോഡ്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ആ ഫ്രണ്ടിയറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഫ്രണ്ടിയറിൽ നിന്ന് അതിനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോഡ് അതിൻ്റെ ഗോളാണോ എന്ന് നോക്കുകയാണ്, ഗോളാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഗോളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തത്. ഇഫ് ദി നോഡ് കണ്ടെയ്ൻസ് എ ഗോൾ സ്റ്റേറ്റ് ദെൻ റിട്ടേൺ കറസ്പോണ്ടിങ് സൊല്യൂഷൻ. ആ പെർട്ടിക്കുലർ നോഡ് ഫ്രണ്ടിയറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന ആ നോഡ് ഗോൾ സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടിങ് സൊല്യൂഷൻ നമ്മൾ റിട്ടേൺ ചെയ്യണം. ഇനി അത് അല്ല എന്നുള്ളെങ്കിൽ, അതായത് ഈ ഇഫിൻ്റെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ സംഭവിക്കേണ്ട കാര്യം, രണ്ടാമത്തെ ഇഫിൻ്റെ അതാണ് ഇവിടെ കൊടുത്തത്. എക്സ്പാൻഡ് ദി ചൂസൺ നോഡ് ആഡിങ് ദി റിസൾട്ട് നോഡ് ടു ദി ഫ്രണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താണ്, നോഡ് ഗോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പം പുറത്തേക്ക് കൊണ്ടുവന്ന ഫ്രണ്ടിയറിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന നോഡ് ഗോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്തു കൊണ്ടുവന്ന നോഡിന് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന നോഡ്സിനെ, അപ്പോൾ ഇപ്പം എ എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ടെന്ന് വെച്ചോ, എ എന്ന് പറയുന്ന നോഡിൻ്റെ
നോഡിന് എന്ത് ചെയ്തു, എ നോഡ് എന്നായിരുന്നു ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് ഫ്രണ്ടിയറിൻ്റെ അകത്തുള്ളെങ്കിൽ അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഏ ഗോളാണോ നമ്മൾ നോക്കും. ഗോൾ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, എനെ എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലേ. എനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് ബി എന്നും അതേപോലെ ബി എന്നും അതേപോലെ ഡി എന്നും പേരിലാണ് നോഡ് കിട്ടിയെന്ന് വെച്ചു. ബിയും ഡിയും. അപ്പോൾ ബിയും ഡിയും എന്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ നോഡുകളാണ്. ഈ രണ്ട് നോഡിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫ്രണ്ടിയറിലേക്ക് ആഡ് ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഇനീഷ്യലി നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലേ, എനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു, ഇവിടെ ബിയും അതേപോലെ ഡിയും എവിടത്തേക്ക് ആഡ് ചെയ്തു, നമ്മുടെ ഫ്രണ്ടിയറിലേക്ക് ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഈ ട്രീ സെർച്ചിൻ്റെ ഈ ഒരു അൽഗോരിതം ഇവിടെ ഒരു ഫംഗ്ഷൻ ഫോമിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് അവസാനം ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഫെയിലിയറോ ആയിരിക്കും അവസാനം റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഗ്രാഫ് സെർച്ച് അൽഗോരിതംസ് ആണ് നോക്കാനുള്ളത്. ഇപ്പോൾ ഗ്രാഫ് സെർച്ച് അൽഗോരിതത്തിൽ ഗ്രാഫിൽ സാധാരണ എന്താ ഒറ്റത്തവണ ഗ്രാഫും ട്രീയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രാഫിൽ ഒരു സ്റ്റേറ്റ് ഒറ്റത്തവണ മാത്രമേ വരുള്ളൂ. നമ്മൾ ട്രീൻ്റെ അകത്താണെങ്കിൽ അത് മൾട്ടിപ്പിൾ ടൈംസ് വരാം. അപ്പോൾ ഇതിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ മാത്രമേ ഒരു വാല്യൂ വരുള്ളൂ നമ്മൾ പറഞ്ഞു ഗ്രാഫിൻ്റെ അകത്ത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു വാരിയബിൾ നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ അതായത് ഇവിടെ ഒരു സ്റ്റേറ്റിൻ്റെ കോപ്പി, ഒരു സ്റ്റേറ്റിന് ഇവിടെ ഒരേ ഒരു കോപ്പിയെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ ഒരു ലൂപ്പില്ലാത്ത ഗ്രോയിങ് ട്രീ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അതവിടെ കൊടുത്തത് കണ്ടെയ്ൻസ് അറ്റ്മോസ്റ്റ് 1 കോപ്പി ഓഫ് ഈച്ച്. ഓരോ സ്റ്റേറ്റിൻ്റെയും ഒരു കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ കോപ്പി ഉണ്ടാവും. നമ്മൾ ഇന്നലത്തെ എക്സാമ്പിൾ കണ്ടു, അറാഡ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, 2 പ്രാവശ്യം. അപ്പം അതുപോലെ ഇവിടെ ഈ ഗ്രാഫിൻ്റെ അകത്ത് ഉണ്ടാവില്ല, ഇവിടെ ഒരു സ്റ്റേറ്റിന് ഒരു കോപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം, വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് ഗ്രോയിങ് എ ട്രീ ഡയറക്ട്ലി ഓൺ എ സ്റ്റേറ്റ് സ്പേസ് ഗ്രാഫ്. ഇവിടെ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ അൺഎക്സ്പ്ലോർഡ് സ്റ്റേറ്റിലൂടെ മാത്രമേ നമ്മൾ കടന്നു പോവുള്ളൂ. എക്സ്പ്ലോർഡ് ചെയ്ത സ്റ്റേറ്റിനെ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് ഈ ഗ്രാഫ് സെർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇവിടെ 2 വാരിയബിൾസ് വേണ്ട വരും. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഈ ഫ്രണ്ടിയർ, ഞാൻ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കണം. ഒന്ന് ഫ്രണ്ടിയർ എന്ന് പറയുന്ന ഒരു വാരിയബിൾ നമുക്കിവിടെ വേണം. രണ്ടാമത് നമുക്ക് എക്സ്പ്ലോർഡ് റീജിയൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എന്നൊരു നൊട്ടേഷൻ കൊടുക്കണം കേട്ടോ തൽക്കാലത്തേക്ക്. അപ്പം എക്സ്പ്ലോർഡ് റീജിയൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാരിയബിൾ വേണം. അതായത് ഇവിടെ നമുക്ക് ടോട്ടൽ 2 വാരിയബിൾസ് ആണ് വേണ്ടത്. ഒന്ന് എന്തിനു വേണ്ടിയിട്ട്, ഒന്ന് നമുക്ക് വേണ്ടത് ഫ്രണ്ടിയർ കാണിക്കാനുള്ള വാരിയബിൾ, രണ്ടാമത്തത് നമുക്ക് വേണ്ടതാണ് എക്സ്പ്ലോർഡ് റീജിയൻസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു വാരിയബിൾ. അപ്പോൾ 2 വാരിയബിൾസ് ബേസിക്കലി നമുക്ക് ഇത് ഈ ഒരു ഗ്രാഫ് സെർച്ച് അൽഗോരിതത്തിൻ്റെ അകത്ത് വേണ്ടി വരിക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പ്ലോർഡ് റീജിയണിൽ ഉള്ളതിനെ നമ്മൾ ഫ്രണ്ടിയറിലേക്ക് ആഡ് ചെയ്യും. അതേപോലെ ഫ്രണ്ടിയറിലുള്ളതിനെ നമ്മൾ പുറത്തേക്ക് ആഡ് ചെയ്യുന്നു. അതായത് എക്സ്പ്ലോർഡ് റീജിയണിലേക്ക് ആഡ് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. അൺഎക്സ്പ്ലോർഡ് റീജിയണിലുള്ളതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ടിയറിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ. അതേപോലെ ഫ്രണ്ടിയറിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ആഡ് ചെയ്യുന്നു. അതായത് നമ്മൾ എക്സ്പ്ലോർഡ് റീജിയണിലേക്ക് നമ്മൾ അതിനെ ആഡ് ചെയ്യും. ഇതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഇവിടെ ഫിഗറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗർ നോക്കുക, ഫിഗർ എ നോക്കുക. ഇവിടെ സെൻട്രലായിട്ട് ഇവിടെ കണ്ട ഒരു ബ്ലാക്ക് ഡോട്ട്. അപ്പോൾ ബ്ലാക്ക് ഡോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ റൂട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, റൂട്ടിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ റൂട്ടിനെയാണ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ അത് എക്സ്പാൻഡഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുക്കുന്നത്, അവിടെ ബ്ലാക്ക് കളർ ചെയ്തിരിക്കുന്നത്. അപ്പം ബ്ലാക്കിൽ കാണുന്നത് എക്സ്പാൻഡഡ് നോഡാണ്, റൂട്ടാണ് ഇവിടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ളത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുത്തു അല്ലേ. അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കുറച്ച് ചിൽഡ്രൻസ്, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വേറെ കുറച്ച് നോഡുകൾ കിട്ടി. ആ നോഡ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ 4 നോഡുകളാണ് ഇതിന് ചുറ്റുമുള്ളത്. ഇത്. അപ്പോൾ അതിൻ്റെ കളർ എന്താ, അതിന് വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത് എന്താണ്, നമ്മൾ ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്ത നോഡാണ്, എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയ നോഡാണ്, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ നോഡാണ്. അപ്പോൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയ നോഡിനാണ്
നമ്മൾ എങ്ങോട്ട് ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരെ ഫ്രണ്ട് ഇയറിലേക്ക് ആഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇവ എന്താണ്, ഈ വൈറ്റ് കളർ കൊടുത്ത നോഡൊക്കെ ഇപ്പം നിലവിൽ എന്താണ്, ജസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഇയറിലേക്ക് ആഡ് ചെയ്യുന്ന നോഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിഗർ ബിഗിലേക്ക് വരാം. അങ്ങനെ ഇതിനെന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ 4 നോഡുകൾ കിട്ടി. ആ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഈ നോഡിനെ കണ്ടോ, ഈ ഫിഗറിൽ വരുന്ന ഈ വൈറ്റ് നോഡിനെയാണ് ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളർ എന്തായി, കളർ ബ്ലാക്ക് ആയി. അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് 3 നോഡുകൾ കിട്ടുകയാണ്. അതിന് ചുറ്റും കണ്ടോ, ഇത് അങ്ങനെ അവിടെ 3 നോഡുകൾ കിട്ടുകയാണ്. അതായത് ഇവിടെ ഒരു ഫ്രണ്ട് ഇയറിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 4 നമ്മൾ ഫ്രണ്ട് ഇയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ഫിഗറിലേക്ക് വരാം, ഇതിനെ 4 നമ്മൾ ഫ്രണ്ട് ഇയറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട് ഇയറിൻ്റെ കൂട്ടത്തിലുള്ള ഒരു നോഡ് നമ്മൾ ചൂസ് ചെയ്തു, ഇതാണെന്ന് വെച്ചോ അല്ലേ, ഇതാണല്ലേ നമ്മൾ ചൂസ് ചെയ്തത്. ഫ്രണ്ട് ഇയറിൻ്റെ കൂട്ടത്തിൽ ഈ നോഡിനെ ചൂസ് ചെയ്തിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാണ് ഇവിടെ ചെയ്തത് അല്ലേ. ഫ്രണ്ട് ഇയറിൽ നിന്ന് നോഡിനെ പുറത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഇയറിലെ നോഡിനെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് 3 എണ്ണം ഇതുണ്ട്, വേറെ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് ഇയറിൽ ഇത് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ട് ഇയറിലെ കൂട്ടത്തിൽ ഒന്നിനെടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൂ ഇവിടെ. ഓക്കെ, അങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എക്സ്പാൻഡഡ് ആണെന്ന് കാണിക്കാൻ ഇതിൻ്റെ കളറും എന്തായി, ബ്ലാക്ക് ആയി. എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയ നോഡ് ഇത് 3 എണ്ണമാണ്, അപ്പോൾ അതിൻ്റെ കളർ എന്തായി, വൈറ്റ് ആയി. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ സക്സസസ് വന്നിട്ടില്ല, ഇത് 3 അതിൻ്റെ സക്സസ് ആണ്. അപ്പം അങ്ങനെ 3 സക്സസസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്തെന്താ, ഇവിടുത്തെ ഈ ഫിഗറിൻ്റെ അകത്ത് നോക്കിയേ, നമ്മളെ റൂട്ടിന് ഈ ഫിഗറിൻ്റെ അകത്ത് ഇതിനെ എക്സ്പാൻഡ് ചെയ്തു അല്ലേ. ഇതിന് റൂട്ടിൻ്റെ ബാക്കിയുള്ള സക്സസസ് ആണ് ഒന്നിത്. അതിനെ 3നെയും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഫിഗറാണിത്. അപ്പോൾ ഇവിടെ ചെയ്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ റിമൈനിങ് സക്സസേഴ്സിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഓർഡറിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ക്ലോക്ക് വൈസ് ഓർഡറിൽ എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. എക്സ്പാൻഡ് ചെയ്തപ്പോൾ 2 സക്സസസ് വന്നു. അതിനുശേഷം ഇതാണ് എക്സ്പാൻഡ് ചെയ്തത്, ഇതിനും 2 സക്സസസ് വന്നു. അതിനുശേഷം ഇതാണ് എക്സ്പാൻഡ് ചെയ്തത്, സക്സസസ് വന്നു. അതായത് ഇത് വെച്ച് പറയാം, ആദ്യം ക്ലോക്ക് വൈസ് അല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് എക്സ്പാൻഡ് ചെയ്തു അല്ലേ, എക്സ്പാൻഡ് ചെയ്തപ്പോൾ അത് ഇങ്ങനെയായി മാറി കണ്ടോ. പിന്നെ ഇതാണ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഇത് എക്സ്പാൻഡ് ചെയ്തപ്പോൾ 2 സക്സസസ് വന്നു. പിന്നെ ആര് എക്സ്പാൻഡ് ചെയ്തു, ഇതാണ് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ എന്ത് വന്നു, അതിന് എത്ര സക്സസർ വന്നു, ഒരു സക്സസർ വന്നു കണ്ടോ. എക്സ്പാൻഡ് ചെയ്ത് കാണിക്കാൻ ബാക്കായി, അതിനൊരു സക്സസർ വന്നു. നമുക്ക് ഗ്രാഫ് സെർച്ചിൻ്റെ അൽഗോരിതം നോക്കാം. ഗ്രാഫ് സെർച്ചിൻ്റെ അൽഗോരിതം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽഗോരിതത്തിൻ്റെ മുകളിൽ ഇതാണ് ഗ്രാഫ് സെർച്ചിൻ്റെ അൽഗോരിതം, അതിൻ്റെ മുകളിൽ നമ്മൾ ട്രീ സെർച്ചിൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് സെർച്ചിനാണ് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തത്. അത് ഫംഗ്ഷൻ ഇൻപുട്ടായി കൊടുക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. ആ പ്രോബ്ലം റിട്ടേൺ ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ എന്തൊക്കെയോ നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഇന്റേണലിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതെന്താ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അതൊരു സൊല്യൂഷൻ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് ഫെയിലിയർ റിട്ടേൺ ചെയ്യും. സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ എന്താണ്, ഫെയിലിയർ ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ നോക്കിയാൽ അടുത്തൊക്കെ ഇനീഷ്യലൈസ് ദി ഫ്രണ്ട് ഇയർ യൂസിങ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് പ്രോബ്ലം. ഓക്കെ, അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലെ, ട്രീൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്നത് നമ്മൾ എക്സ്പ്ലോർഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോർഡ് സ്റ്റേറ്റ് എന്നൊരു കാര്യം കൂടി ഇവിടെ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതിനെ ഇവിടെ തൽക്കാലം എം ടി ആക്കി വെച്ചിരിക്കണം കേട്ടോ. ഇനീഷ്യലൈസ് ദി എക്സ്പ്ലോർഡ് സെറ്റ് ടു ബി എം ടി. അപ്പോൾ എക്സ്പ്ലോർഡ് സെറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരണം. അത് എവിടെ ഇല്ലായിരുന്നു, നമ്മുടെ ട്രീ സെർച്ചിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു എക്സ്പ്ലോർഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടാക്കി വെക്കുകയാണ്. അതെന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സ്പ്ലോർഡ് സെറ്റ് ദിസ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇനീഷ്യൽ എന്താക്കി വെക്കുകയാണ്, എം ടി ആണ്, ഇതിനകത്ത് ഒന്നുമില്ല എന്ന രീതിയിൽ അതിന് ഇനീഷ്യലൈസ് വെക്കുകയാണ്. അങ്ങനെ ഇനീഷ്യലൈസ് ശേഷമാണ് ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുക്കുന്നത്, റിപ്പീറ്റായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ബ്ലോക്ക് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത് നമുക്ക് ഇത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ, നമ്മളെ ഫ്രണ്ട് ഇയർ എം ടി ആണോ നോക്കുന്നു. ഫ്രണ്ട് ഇയർ എം ടി ആണോ നോക്കുന്നു. അങ്ങനെ ഫ്രണ്ട് ഇയർ എം ടി ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം, ഫെയിലിയർ എം ടി ആണ് റിട്ടേൺ ചെയ്യണം. ഫ്രണ്ട് ഇയർ എം ടി ആണെങ്കിൽ ഫെയിലിയർ എം ടി ആണ് റിട്ടേൺ ചെയ്യണം. ഇനി ഫ്രണ്ട് ഇയർ എം ടി അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ചൂസ് എ ലീഫ് നോഡ് ആൻഡ് റിമൂവ് ഇറ്റ് ഫ്രം ദി ഫ്രണ്ട് ഇയർ. അതായത് നമ്മുടെ ഫ്രണ്ട് ഇയറിൻ്റെ സെറ്റിൻ്റെ അകത്ത് ഒരു നോഡ് ഉണ്ടാവും. ആ നോഡിനെ ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും, നോഡിനെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലീഫ് നോഡിനെ, ഇതിൻ്റെ അകത്ത് ഓൾവേസ് ലീഫ് നോഡ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ലീഫ് നോഡ് നമ്മൾ ചൂസ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. ഫ്രണ്ട് ഇയറിന് നോഡിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സപ്പോസ് ഉള്ളത് എ എന്ന് പറയുന്ന നോഡാണ്.
ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് വെച്ചു. അപ്പോൾ എനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എനെ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ എ എന്ന് പറയുന്ന നോഡിൻ്റെ അകത്ത് ഗോൾ സ്റ്റേറ്റ് ആണ് ഉള്ളതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഉള്ള സൊല്യൂഷൻ റിട്ടേൺ ചെയ്യണം. അതാണ് പറഞ്ഞത്, ഇഫ് ദി നോഡ് കണ്ടെയ്ൻ എ ഗോൾ സ്റ്റേറ്റ് ദെൻ റിട്ടേൺ ദി കറസ്പോണ്ടിങ് സൊല്യൂഷൻ. ഇനി ഗോൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആ നോഡിൽ നമ്മൾ എക്സ്പ്ലോർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിലെടുത്ത് വെക്കുകയാണ്. അതവിടെ കൊടുത്തത് ആഡ് ദി നോഡ് ടു ദി എക്സ്പ്ലോർഡ് സെറ്റ്. എക്സ്പ്ലോർഡ് സെറ്റിനെ നമ്മൾ നേരത്തെ എന്താക്കി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഈ 0 empty ആക്കി ഇനീഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ആ സെറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ നോഡിനെ എന്ത് ചെയ്യുന്നത് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യുന്നത്. അതായത് എക്സ്പ്ലോർഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിലേക്ക് എടുത്തു വെക്കും. ഓക്കെ, ഇനി എന്നിട്ട് ഈ നോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത എന്താ ചെയ്യുന്നത്, എക്സ്പാൻഡ് ദ ചൂസൺ നോഡ്. ആ സെലക്ട് ചെയ്ത പെർട്ടിക്കുലർ നോഡിനെ നമ്മൾ ഏനല്ലേ നമ്മൾ പുറത്തെടുത്തത്, ഏൻ എങ്ങോട്ട് ആഡ് ചെയ്തു, എക്സ്പ്ലോർഡ് സെറ്റിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏൻ എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ ഫ്രണ്ടിയറിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അത് ഏനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏൻ്റെ അണ്ടറിൽ എന്താണ് കുറച്ച് ഏൻ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് സി കിട്ടി, അതേപോലെ ഡി കിട്ടി, അതേപോലെ ജി കിട്ടി എന്ന് വെച്ചു. സിയും ഡിയും ജിയും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ റിസൾട്ടാണ് ഇതല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നമ്മളെ ഫ്രണ്ടിയറിലേക്ക് ഇത് 3 ആളെയും പിടിച്ചിട്ട് നമ്മൾ എങ്ങോട്ട് ഇടും, നമ്മളെ ഈ ഫ്രണ്ടിയറിലേക്ക് അങ്ങ് ഇടും. ഓക്കെ, ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിയറിലേക്ക് എടുത്ത് വെക്കുന്നു. അപ്പോൾ എടുത്ത് വെക്കുന്നതിന് മുന്നേ നമ്മളൊരു കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എടുത്ത് വെക്കുന്നതിന് മുന്നേ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് എന്ത് കണ്ടീഷനാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പാൻഡ് ചെയ്ത ശേഷം കിട്ടുന്ന നോട്ട്സിനെ നമ്മൾ ഫ്രണ്ടിയറിലേക്ക് എടുത്ത് വെക്കുന്നതിന് മുന്നേ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എന്താണ് കണ്ടീഷൻ? അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഇഫ് നോട്ട് ഇൻ ഫ്രണ്ടിയർ ഓർ എക്സ്പ്ലോർഡ് സെറ്റ്. അതായത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന നോഡിനെ ഫ്രണ്ടിയറിലേക്ക് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ എടുത്ത് വെക്കുന്നുള്ളൂ. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഇഫ് നോട്ട് ഇൻ ദി ഫ്രണ്ടിയർ ഉണ്ടാവാനും പാടില്ല, അതേപോലെ എക്സ്പ്ലോർഡ് സെറ്റിൻ്റെ അകത്തും ഉണ്ടാവാൻ പാടില്ല. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, എക്സ്പ്ലോർഡ് സെറ്റിൻ്റെ അകത്തും ഉണ്ടാവാൻ പാടില്ല, അതേപോലെ ഫ്രണ്ടിയറിൻ്റെ അകത്തും ഉണ്ടാവാൻ പാടില്ല. ഇത് 2 കണ്ടീഷനും മീറ്റ് ചെയ്യണം ആര്, ഈ എക്സ്പാൻഡ് ചെയ്ത നോഡുകൾ. എന്നാൽ മാത്രമേ അവയെ എങ്ങോട്ട് കൊണ്ടുവെക്കുള്ളൂ, ഫ്രണ്ടിയറിലേക്ക് എടുത്തു വെക്കുള്ളൂ. ഇതാണ് നമ്മുടെ ട്രീയും അതേപോലെ ഈ ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ അകത്ത് ഇവിടെ എക്സ്പ്ലോർഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു അഡീഷണൽ മെമ്മറി അവിടെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു വാരിയബിളൊക്കെ നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ നോക്കേണ്ടത് ഒരു സെർച്ച് അൽഗോരിതത്തിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു നോഡിന് പ്രധാനമായിട്ട് 4 കമ്പോണൻസുകളാണുള്ളത്. അത് ഏതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് പേരുകൾ ഒന്ന് വായിക്കാം. സ്റ്റേറ്റ്സ് ഉണ്ടാവും ഒരു നോഡിന്, അതിന് പാരന്റ് ഉണ്ടാവും, അതിനൊരു ആക്ഷൻ ഉണ്ടാവും, അതിൻ്റെ പാത്ത് കോസ്റ്റ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫിഗറാണ്. അപ്പം ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് ഓൾറെഡി. ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് നമുക്ക് വരാം. അപ്പം അതിന് മുന്നേ നമുക്ക് എന്താണ് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു നോക്കാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻ ദ സ്റ്റേറ്റ് സ്പേസ് ടു വിച്ച് ദ നോഡ് കറസ്പോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേറ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്ര കമ്പോണൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു, 4 കമ്പോണൻറ്റ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 4 കമ്പോണൻറ്റ്സിൽ ആദ്യത്തെ കമ്പോണൻറ്റ്സ് ആയ സ്റ്റേറ്റ് കമ്പോണൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച എക്സാമിൻ്റെ അകത്ത് ഇപ്പം ഇതൊരു എന്താണ് 8% പ്രോബ്ലം ആണ് അല്ലേ. അപ്പോൾ 8% പ്രോബ്ലം എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടോ, ഈ ഒരു രീതിയിലാണുള്ളത്. ഇതൊരു സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഇങ്ങനെ പല സ്റ്റേറ്റുകൾ ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പം 8% പ്രോബ്ലത്തിൻ്റെ അകത്ത് ഈ 5, 4, 6, 1, 8, 7, 3, 2 ഈ രീതി എന്ന് പറയുന്നത്, ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പാരന്റ്. എന്താണ് പാരന്റ്? പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് ഈ സ്റ്റേറ്റിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ പാരന്റ് എന്ന് പറയുന്നത്. അതായത് ഈ നോഡ് ജനറേറ്റ് ചെയ്യാൻ, ഇങ്ങനെ രീതിയിലേക്ക് ഒരു നോഡ് ജനറേറ്റ് ചെയ്യാൻ കാരണക്കാരനായ നോഡാണ് പാരന്റ്. ഓക്കെ, അതായത് ഈ നോഡ് ഇവിടെ കണ്ടോളൂ, ഇതൊരു സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് നമ്മൾ നോഡ് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റിന് റെപ്രസെന്റ് ചെയ്യാൻ നോഡ്സ് ആണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ നോഡാണ്
എന്ത് ചെയ്തത് ഇങ്ങോട്ട് ഈ രീതിയിലേക്ക് മാറ്റി വരച്ചത്. അപ്പം ഈ നോഡിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നോഡ് മാറാൻ കാരണക്കാരൻ ആരാണ്? അതിൻ്റെ പേരൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ചിലപ്പോൾ എന്താവാം 4 ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക, സ്പേസ് ഇപ്പറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിന് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റേറ്റിന് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ പാരന്റ് എന്ന് പറയുന്നത്. അത് ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റേറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ പാരന്റ് എന്ന് പറയുന്നത്. അതായത് ഈ നോഡ് ജനറേറ്റ് ചെയ്യാൻ കാരണക്കാരനായ നോഡാണ് ആക്ച്വലി പാരന്റ്. ഓക്കെ, ഇനി ആക്ഷൻ. ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിവിടെ ചെയ്ത ആക്ഷൻ ഇതിൻ്റെ അകത്ത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ത് ആക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ റൈറ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവാം, അപ്പ് പോവാം, ഡൗൺ പോവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാത്ത് കോസ്റ്റ് ആണ്. പാത്ത് കോസ്റ്റ് എങ്ങനെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ തുടങ്ങി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് മുതൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് വരെ എത്തിച്ചേരാൻ എത്ര കോസ്റ്റ് എടുത്തു, അതാണ് എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പാരന്റ് ഒരു ചിൽഡ്രനിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റർ ഉണ്ടാവും, ഒരു അഡ്രസ് കീപ്പ് ചെയ്യുന്നൊരു പോയിന്റർ ഉണ്ടാവും. അപ്പം പാരന്റ് പോയിന്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ഓരോ നോഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാരന്റിൻ്റെ പോയിന്ററാണ് ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ കീപ്പ് ചെയ്യാൻ, ഒരു സ്ട്രക്ചർ അവിടെ കീപ്പ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? പാരന്റ് പോയിന്റേഴ്സ് ആണ്. അപ്പോൾ സ്ട്രക്ചർ ഒരു നമ്മൾ എന്ത് ചെയ്യുന്ന ലോജിക്കൽ അറേഞ്ച്മെന്റ് ആണ്. പക്ഷേ നമ്മളൊരു ഫിസിക്കലി നമുക്കൊരു ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ച് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ട്രീ ഫോർമേഷൻ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? പാരന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പാരന്റ് പോയിന്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോഡിനെ ഒരു ട്രീ സ്ട്രക്ചറിൽ ഫോർമേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു രീതിയിലേക്ക് അത് അതായത് പാരന്റ് പോയിന്റേഴ്സ് ആണ് നോഡിനെ ഒരു ട്രീ സ്ട്രക്ചർ എന്ന ഫോർമേഷനിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ പാത്ത് എക്സ്ട്രാക്ട് ചെയ്യാനും ഈ പോയിന്റേഴ്സ്, ഈ പാരന്റ് പോയിന്റേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ഒരു ചൈൽഡിൻ്റെ പാരന്റിനെ കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ചൈൽഡിൻ്റെ പാരന്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതിനകത്ത് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് എന്താ കൊടുത്തത്? ചൈൽഡ് നോഡ് എന്നാണ് കൊടുത്തത്. അപ്പോൾ ഈ ഫംഗ്ഷന് 3 പാരാമീറ്റേഴ്സ് ഇൻപുട്ടായി കൊടുക്കുകയാണ് കേട്ടോ. പ്രോബ്ലം, പാരന്റ് അല്ലെ, പാരന്റ്, അതേപോലെ എന്താണ് ആക്ഷൻ, ഇങ്ങനെ 3 ഇൻപുട്ടുകൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുകയാണ്. അതായത് 3 പാരാമീറ്റേഴ്സാണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഈ ഫംഗ്ഷൻ. ഓക്കെ, അതായത് പ്രോബ്ലം ഉണ്ട്, പാരന്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 പാരാമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത് എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യുന്നു? ഒരു നോഡിനെയാണ് പാരന്റ് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്ത ശേഷം എന്ത് ചെയ്ത് അവസാനം ഫൈനലി ഒരു നോഡിനെയാണ് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? റിട്ടേൺ ചെയ്യുന്നത്. അതവിടെ കൊടുത്തത് റിട്ടേൺ എ നോഡ്. ഓക്കെ, ഒരു നോഡ് അതായത് പാരന്റിനെയാണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. ഇനി ആ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം കേട്ടോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നോഡിനെ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ആ എന്തൊക്കെയോ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്കിവിടെ നോക്കാം. നോഡിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസ് എ റിസൾട്ട് ഓഫ് ആക്ഷൻ ഉണ്ടോ. സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു പ്രോബ്ലം ഡോട്ട് റിസൾട്ട് ഓഫ് എന്താണ്? പാരന്റ് കിടക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് നടന്ന എന്തോ ഒരു ആക്ഷൻ്റെ റിസൾട്ടാണ് ഈ ചൈൽഡ് നോഡിൻ്റെ കറണ്ട് സ്റ്റേറ്റ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത എന്താ വെച്ചാൽ പാരന്റ് എന്ന് പറയുന്നത് എന്താ? പാരന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പാരന്റ്. അതുപോലെ ആക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ആക്ഷൻ ഈസ് ഈക്വൽ ടു ആക്ഷൻ എന്ന് ചെയ്യുന്നു. ഇനി പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാരന്റിന്റെ കോസ്റ്റ് ആണ് അവിടെ കൊടുത്തത്. പാരന്റിന്റെ കോസ്റ്റ് പ്ലസ് എന്താണ്? ഇപ്പോൾ ഉള്ള ഓരോ സ്റ്റെപ്പ് കോസ്റ്റും ഇവിടെ റിക്കേഴ്സീവായിട്ട് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. കറൻ്റ്ലി ഉള്ള കോസ്റ്റുകളും റിക്കേഴ്സീവായിട്ട് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ പാരന്റ് വരെ എത്താനുള്ള പാത്ത് കോസ്റ്റ് കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ പാത്ത് കോസ്റ്റ് കിട്ടും. ഇതൊരു എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഒരു ക്യൂ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യൂവിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ക്യൂവിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യൂ വെച്ചിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റിലേക്ക് പോവാം എന്ന് പറയുന്നത് മെഷറിങ് പ്രോബ്ലം സോൾവിങ് പെർഫോമൻസ്.
അതായത് ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ 4 ക്രൈറ്റീരിയസ് ആണ് ഉള്ളത്. ആ 4 ക്രൈറ്റീരിയകൾ അവിടെ കൊടുത്തിട്ടുള്ളത്, ഒന്ന് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്നെസ്, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമാലിറ്റി, തേർഡ് വൺ ടൈം കോംപ്ലക്സിറ്റി, നാലാമത്തത് സ്പേസ് കോംപ്ലക്സിറ്റി. ഇങ്ങനെ 4 ക്രൈറ്റീരിയകളാണ് ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയകളാണ് ഇത് 4. ഓക്കെ, ഇത് വെച്ചുകൊണ്ടാണ് എത്രത്തോളം പെർഫോമൻസ് ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിന് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ കാര്യമായ കംപ്ലീറ്റ്നെസ് എന്താ നോക്കാം. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് അൽഗോരിതം കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല. അതായത് ഈസ് ദ അൽഗോരിതം ഗ്യാരണ്ടി ടു ഫൈൻഡ് ദി സൊല്യൂഷൻ ഇഫ് വൺ എക്സിസ്റ്റ്. അതായത് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് അൽഗോരിതം കണ്ടുപിടിക്കുമെന്ന് ഉറപ്പാണോ? അങ്ങനെ ഉറപ്പാണെങ്കിൽ അതെന്താണ്? ഉറപ്പാണെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അതെന്താണ്? കംപ്ലീറ്റ് അല്ല. ഓക്കെ, ഇപ്പം ഒരു അൽഗോരിതം കംപ്ലീറ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അൽഗോരിതം കംപ്ലീറ്റ് ആണെങ്കിൽ അത് എപ്പോഴും ഗോളിലേക്കുള്ള പാത്ത് കണ്ടെത്തണം. അങ്ങനെ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ കൊടുത്തത് ഇഫ് വൺ എക്സിസ്റ്റ്. അപ്പോൾ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ അൽഗോരിതം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആണെങ്കിൽ അത് ഗോളിലേക്കുള്ള പാത്ത് കണ്ടെത്തും. ഓക്കെ, കംപ്ലീറ്റ് ആണെങ്കിൽ അത് ഓൾവേസ് എന്ത് ചെയ്യും, അത് ഗോളിലേക്കുള്ള പാത്ത് കണ്ടെത്തും. എപ്പം മാത്രം അങ്ങനെ ഒരു ഗോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തത് ഒപ്റ്റിമാലിറ്റി. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ അൽഗോരിതം ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്നെസ് ആണ്. ഇനി ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം കോസ്റ്റിൽ ഒരു സൊല്യൂഷൻ കിട്ടുമോ? അതായത് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഷോർട്ടസ്റ്റ് പാത്ത്, ലീസ്റ്റ് കോസ്റ്റ്, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മെഷേഴ്സ് വെച്ചിട്ട് നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെത്തേഡ്, അതാണ് ഒപ്റ്റിമാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ പറയുന്ന ഒരു അൽഗോരിതം ഷോർട്ടസ്റ്റ് പാത്തിൽ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു അൽഗോരിതം ഒരു ഷോർട്ടസ്റ്റ് പാത്തിൽ എന്ത് ചെയ്യുന്നു, ഷോർട്ടസ്റ്റ് പാത്ത് ഒരു മാപ്പിൽ നിന്ന് കണ്ടെത്തിയാൽ അത് ഒപ്റ്റിമലാണ്. നമ്മളിവിടുന്ന് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ കംപ്ലീറ്റ് അൽഗോരിതവും ഒപ്റ്റിമൽ അല്ല. മൂന്നാമത്തതാണ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. പേര് തന്നെ ടൈം കോംപ്ലക്സിറ്റി പറഞ്ഞാൽ ഒന്നുമില്ല. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ എത്ര സമയമെടുക്കും നമ്മൾ ഈ സൊല്യൂഷൻ കണ്ടെത്താൻ. അതവിടെ കൊടുത്തത് എമൗണ്ട് ഓഫ് ടൈം ദ അൽഗോരിതം ടേക്സ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അൽഗോരിതം എടുക്കുന്ന സമയം, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയില്ല, അതിനെ കാണിക്കേണ്ട ഒരു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ ടൈം കോംപ്ലക്സിറ്റി സാധാരണ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് എന്താണ്, ബിഗ് ഓ നൊട്ടേഷൻസ് ഒക്കെ വെച്ചിട്ടാണ്. അതായത് എക്സാമ്പിൾ കാണുക, ഇപ്പം ബിഗ് ഓഫ് എൻ എന്ന് കൊടുത്തു, ബിഗ് ഓഫ് എൻ എന്ന് പറയുന്ന കൈൻഡ് ഓഫ് നൊട്ടേഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇത്? ഇതിനൊരു മീനിങ് ഉണ്ട് അല്ലേ? അപ്പം ബിഗ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ടൈം കോംപ്ലക്സിറ്റി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എൻ മീൻസ് ഇവിടെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇൻപുട്ടാണ്, നമ്പർ ഓഫ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണ് ഇവിടെ കൊടുത്തത് ബിഗ് ഓഫ് എൻ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ, അതായത് ബിഗ് ഓഫ് എൻ സ്ക്വയർ ഉണ്ട്, ബിഗ് ഓഫ് എൻ സ്ക്വയർ കാണിക്കാം, ഇങ്ങനെയൊക്കെ നൊട്ടേഷനുകൾ കാണാം. അപ്പം ബിഗ് ഓ എന്ന് പറയുന്നതാണ് സാധാരണ അവിടെ ഉപയോഗിക്കാറുള്ളത്. ആ ബിഗ് ഓ കണ്ടു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ ആണെന്ന് മാത്രം ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്പേസ് കോംപ്ലക്സിറ്റി. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ ഈ അൽഗോരിതം എത്ര മെമ്മറി എടുക്കുന്നുണ്ട്, അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. ദാറ്റ് എമൗണ്ട് ഓഫ് മെമ്മറി ദ അൽഗോരിതം യൂസസ് ഡ്യൂറിങ് ദി പ്രോബ്ലം സോൾവിങ് പ്രോസസ്. പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ അൽഗോരിതം എത്രത്തോളം മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. രണ്ടും റിലേറ്റഡ് ആണ്. ടൈം കോംപ്ലക്സിറ്റി എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, സ്പേസ് കോംപ്ലക്സിറ്റി എത്രത്തോളം മെമ്മറി നമ്മുടെ അൽഗോരിതം ഈ ഒരു പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ 4 ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡിൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
ഈ 4 കാര്യങ്ങളൊന്നും അവിടെ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക്